ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം ഇന്ന് ഈ പകൽ സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് നല്ലൊരു ദിവസത്തെ ഈ പകൽ സമയം നമുക്കായി നൽകി നല്ലൊരു സ്നേഹമുള്ള ഒരു ദിവസമാണ്. ഹല്ലേലൂയ. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു, രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും ഞാൻ വർണ്ണിക്കും. പ്രാരംഭത്തിൽ തന്നെ ഇത് കാണുന്ന സകലർക്കും ന്യൂ ഇയർ ബ്ലെസ്സിങ്സ് പറയുന്നതിനോടൊപ്പം തന്നെ തിരുവചനത്തിലേക്ക് നാം കടക്കുകയാണ്. Let it be a year of glorious harvest. Let it be a year of restoration. And let it be a year of overflow. ദൈവം സകല സമൃദ്ധിയിലും ദൈവം സകലരെയും നടത്തുമാറാകട്ടെ. ദൈവം പരിശുദ്ധാത്മാവ് ഈ പകലും വൃക്ഷത്തെക്കുറിച്ച് ഓർപ്പിച്ചതായ കാര്യത്തെ നിങ്ങളുടെ മുൻപാകെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ വൃക്ഷത്തെക്കുറിച്ചുള്ള കാര്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അനന്തരം യഹോവ ദൈവം കിഴക്ക് ഏദേനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷത്തെയും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ നിലത്തിൽ നിന്ന് മുളപ്പിച്ചതായ വൃക്ഷങ്ങൾ, കാണാൻ ഭംഗിയുള്ളതും നല്ല ഫലം തരുന്നതായ വൃക്ഷത്തെ കർത്താവ് ആദ്യം തന്നെ സൃഷ്ടിച്ചു. അവിടെ എന്നാൽ ആ നടുക്കത്ത് ഒരു നന്മ തിന്മകളെ അറിയത്തക്ക നിലകളിലുള്ള ജീവവൃക്ഷത്തെയും സൃഷ്ടിച്ചു. യഹോവയായ ദൈവം കൽപ്പിച്ചു, സകല വൃക്ഷത്തിൽ നിന്നുള്ള ഫലത്തെ നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ ആ നന്മ തിന്മ അറിയുന്ന വൃക്ഷത്തിലെ ഫലത്തെ ഭക്ഷിക്കരുത് എന്ന് ദൈവം ഒരു വിലക്ക് കൽപ്പിച്ചത് നമുക്ക് കാണാം. എന്നാൽ സാത്താൻ ഉപായത്താൽ, ചതിയാൽ, വഞ്ചനയാൽ അവിടെ ഹവ്വയോട് സംസാരിക്കുകയും അവർ കരം നീട്ടി ആ വിലക്കപ്പെട്ടതായ ആ ഫലത്തെ കൈകൊണ്ട് പറിച്ച് അതിനെ ഭക്ഷിക്കുകയും ഇടയായി. ആ ദിവസം തന്നെ അവർക്ക് മഹത്വം നഷ്ടമായി. ആദ്യം തന്നെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലത്തെ, വിലക്കപ്പെട്ടതായ ഫലത്തെ ആദമും ഹവ്വയും കഴിച്ചു. അവർ കർത്താവിൽ നിന്നും അകന്നുപോയി. സാത്താന്റെ വഞ്ചനയാൽ അവർ ചതിക്കപ്പെട്ടു. ഡിസൊബീഡിയൻസ് അവരെ മഹത്വം നഷ്ടപ്പെടുത്താൻ ഇടയാക്കി. ഹല്ലേലൂയ. ഈ പകൽ ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും ശത്രുവിന്റെ ചതിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. ഡിസൊബീഡിയൻസ് അവർക്ക് മഹത്വത്തെ നഷ്ടപ്പെടുത്തിയെങ്കിൽ നാം അതിൽ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിനായി പരിശുദ്ധ ആത്മാവ് ഇന്ന് നമ്മളെ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു വൃക്ഷത്തെക്കുറിച്ച് നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേൽ 4-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു വൃക്ഷത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഈ വൃക്ഷത്തിന്റെ ദാനിയേൽ തന്റെ സ്വപ്നത്തിൽ താൻ ഒരു വൃക്ഷത്തെ കാണുകയാണ്. ഈ വൃക്ഷത്തിൽ ഏറ്റവും ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയുടെ അറ്റത്ത് നിന്നാൽ പോലും കാണാൻ പറ്റുന്നതായ ഒരു വൃക്ഷം. ഇത് നിറഞ്ഞ ഫലമുള്ള ഒരു വൃക്ഷമായിരുന്നു. ഈ വൃക്ഷത്തിൽ പല ആകാശത്തിന്റെ പക്ഷികളും അഭയം പ്രാപിച്ചതായ ഒരു വൃക്ഷം. ഈ വൃക്ഷത്തിന്റെ തണലിൽ മൃഗങ്ങൾ പോലും വന്ന് പാർത്തിരുന്നു. അങ്ങനെ സകല ജഡത്തിനും ആ വൃക്ഷത്തിൽ നിന്നും പ്രൊവിഷൻസ് ഉണ്ടായതായി നാം തിരുവചനത്തിൽ കൂടെ അറിയാൻ സാധിക്കും. ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് നെബൂഖദ്നേസർ എന്ന രാജാവിന്റെ ഭരണകാലത്തെ കുറിച്ചാണ്. അങ്ങനെ ആയിരിക്കെ ഈ സ്വപ്നത്തിൽ ആ രാജാവ് കാണുകയാണ്, ഒരു ദൂതൻ ഇറങ്ങി വന്ന് അതിന്റെ കൊമ്പുകളൊക്കെയും മുറിച്ച് കളയുന്നതും അതിന്റെ കായ് ഫലങ്ങളെയൊക്കെയും ചിതറിച്ച് കളയുന്നതും അവിടെ ആ പക്ഷികൾ പറന്നു പോകുന്നതും മൃഗങ്ങളൊക്കെയും അഭയസ്ഥാനത്ത് നിന്ന് ഓടിപ്പോകുന്നതുമായ ഒരു സ്വപ്നത്തെ താൻ കാണുകയാണ്. ആ സ്വപ്നത്തെക്കുറിച്ച് ദാനിയേൽ അവിടെ വ്യാഖ്യാനിച്ച് പറയുന്നു, നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. ഹല്ലേലൂയ. നല്ല ഫലപുഷ്ടിയുള്ളതായ ഒരു മരം പെട്ടെന്ന് ചിതറിപ്പോയതായിട്ട് ഒരു വൃക്ഷത്തെക്കുറിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നു അതിന്റെ അർത്ഥം? ഒരു വർഷം പിന്നിട്ടപ്പോൾ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ രാജാവായ നെബൂഖദ്നേസർ താൻ ഇങ്ങനെ, നമുക്കത് ആ വാക്യം വായിക്കാം. ദാനിയേൽ പ്രവചന പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 4-ന്റെ 29 ഇങ്ങനെ പറയുന്നു:
12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എൻ്റെ മഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനി പണിത് മഹദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു. ഹല്ലേലൂയ. രാജാവ് തൻ്റെ നാവ് കൊണ്ട്, തൻ്റെ വാ കൊണ്ട് താൻ പറഞ്ഞു, എൻ്റെ ധനം കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ മഹത്വം കൊണ്ടും എൻ്റെ മഹിമ പ്രതാപത്തിനായി ഞാൻ പണിത് എൻ്റെ രാജധാനി എന്ന് താൻ പ്രശംസിച്ചു. താൻ അവിടെ നിഗളം പറഞ്ഞു, അഹങ്കരിച്ചു. അപ്പോൾ തന്നെ തൻ്റെ വായിൽ നിന്ന് വാക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ ഉയരത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി, രാജ്യത്വം നിന്നിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. തൻ്റെ കഴിവിനെ, തൻ്റെ മഹത്വത്തെ, തൻ്റെ അഹങ്കാരത്തെ, തൻ്റെ നിഗളത്തെ താൻ അവിടെ വെളിപ്പെടുത്തിയപ്പോൾ തൻ്റെ രാജ്യത്വം അവിടെ നിന്നും നഷ്ടമായി. തനിക്ക് മൃഗതുല്യമായ ഒരു സ്വഭാവമുണ്ടായി. താൻ കാട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടു. കഴുകനെ പോലെ അവൻ്റെ മുടികളൊക്കെയും വളരുവാൻ തുടങ്ങി. അവൻ കാട്ടിൽ തൻ്റെ ഒരു മൃഗത്തെ പോലെ ഒരു അവസ്ഥയിലായി അവൻ തള്ളപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകലും കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നു, സകലതും ദൈവത്തിൻ്റെ ദാനം, സകല മഹത്വവും ധനവും പുകഴ്ചയും സകലതും സ്വീകരിപ്പാൻ യോഗ്യനായ ദൈവത്തിൽ നിന്നുള്ള ദാനമാണ് നാം ഭൂമിയിലായിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്നതായ സകല നന്മകളും സകല കഴിവുകളും സകല ബലവും എല്ലാം ദൈവം നമുക്ക് നൽകുന്നതായ ദാനം. ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു, നാം ഏത് നിലകളിൽ ഉയർന്നു വരുമ്പോഴും കർത്താവിനെ എപ്പോഴും സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇവിടെ നാം രണ്ടാമതായി ഒരു വൃക്ഷത്തെക്കുറിച്ച് കണ്ടു. ശരിക്കും ഫലപുഷ്ടിയുള്ളതായ ഒരു മരം പെട്ടെന്ന് ചിതറിപ്പോയതായ ഒരു അവസ്ഥയെ കണ്ടു. അവിടെ ഏറ്റവും ശ്രദ്ധാകരമായ ഒരു കാര്യം നമുക്ക് വായിക്കാം. അവിടെ ദാനിയേൽ പുസ്തകം 4:15 ഇപ്രകാരം പറയുന്നു, അതിൻ്റെ തായ് വേരോ വയലിലെ ഇളംപുല്ലിൻ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോട് ഭൂമിയിൽ വച്ചേക്കുവിൻ. അവിടെ ഒരു കൽപ്പന കാണാം, തായ് വേരിനെ തൊട്ടേക്കരുത്, അതിനെ വച്ചേക്കുവിൻ. ഹല്ലേലൂയ. എത്ര തകർച്ചയായ അവസ്ഥയിൽ പോയാലും കർത്താവ് ഒരു തായ് വേരിനെ ശേഷിപ്പിച്ചു. കാരണം ഇവിടെ നെബൂഖദ്നേസർ രാജാവിന് ഒരു 7 ആണ്ട് തനിക്കായി നിയമിക്കപ്പെട്ടു. മൃഗതുല്യമായി ജീവിക്കേണ്ടതിനായി തൻ്റെ നിഗളത്തിനും തൻ്റെ അഹങ്കാരത്തിനുമുള്ള ഒരു പണിഷ്മെൻ്റായി ഒരു 7 ആണ്ട്. എന്നാൽ ദൈവത്തിന് തന്നെ പദ്ധതി ഉണ്ടായിരുന്നു, അവനെ മടക്കിക്കൊണ്ടുവരണം. അത് പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിച്ചതുപോലെ ദിസ് ഈസ് എ ഇയർ ഓഫ് റെസ്റ്റോറേഷൻ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതായ ചിലതിനെ ദൈവം മടക്കി അയക്കും. ആ തായ് വേരിനെ ദൈവം ശേഷിപ്പിച്ചതിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. കാരണം 1 ആണ്ട് കഴിയുമ്പോൾ അവനെ യഥാസ്ഥാനപ്പെടുത്തണം. ആ തിരുവചനം പോലെ തന്നെ ആ 7 ആണ്ട് കഴിഞ്ഞപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് തന്നെ കണ്ണുകളെ ഉയർത്തി അവൻ അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. ഹല്ലേലൂയ. തിരുവചനം ഇപ്രകാരം പറയുന്നു, ആ കാലം 34 പറയുന്നു, ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ദൈവത്തെ നമസ്കരിക്കുകയും ദൈവത്തിന് തക്കതായ മഹത്വം താൻ നൽകിയപ്പോൾ താൻ യഥാസ്ഥാനപ്പെട്ടു. വീണ്ടും താൻ രാജധാനിയിലേക്ക് തിരിച്ചെത്തി. തിരുവചനം പറയുന്നു 36-ാമത്തെ വചനത്തിൽ, ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. എൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. ഞാൻ എൻ്റെ രാജ്യത്വത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. ദൈവത്തെ അവൻ ബഹുമാനിച്ചപ്പോൾ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ നഷ്ടപ്പെട്ടതായ മഹത്വം വീണ്ടും അവൻ മടക്കി പ്രാപിപ്പാൻ ഇടയായി. ഇന്ന് പകലും കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നു, യഹോവയെ എല്ലാ കാലത്തിലും വാഴ്ത്തി സ്തുതിക്കുന്നത് എത്ര നല്ലത്. ഹല്ലേലൂയ. അവൻ രാജാക്കന്മാരെ മാറ്റി രാജാക്കന്മാരെ നിയമിക്കുന്നതായ ദൈവം. ഭൂമിയിലെ രാജത്വത്തിന് കർത്താവിന് വലിയ പങ്ക് ഉണ്ട് എന്നുള്ളത് ഈ തിരുവചനത്തിൽ കൂടെ നമുക്ക് അറിയാൻ സാധിക്കും. യോബിന്റെ പുസ്തകം 14 അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു വൃക്ഷമെങ്കിലോ അതിന് പ്രത്യാശയുണ്ട്, അതിനെ എത്ര വെട്ടിയാലും വീണ്ടും അത് പൊട്ടിക്കിളിർക്കും. അതിൻ്റെ വേര് മണ്ണിൽ നഷ്ടപ്പെട്ടു പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമടിക്കുമ്പോൾ
ദ സെന്റ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ഗന്ധം അടിക്കുമ്പോൾ തന്നെ അത് വീണ്ടും കിളിർക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് ജീവിതങ്ങളിൽ എത്ര വരണ്ട് ഉണങ്ങിയ അവസ്ഥയായാലും, എത്ര പ്രതീക്ഷയില്ലാത്ത അവസ്ഥയായാലും, പരിശുദ്ധാത്മാവ് ഇന്ന് ഹല്ലേലൂയ എൻകൗണ്ടർ നടത്തുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവുമായ ഒരു ബന്ധത്തിൽ വരുമ്പോൾ ഏത് ഉണങ്ങിയ വടിയും എത്ര പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയതും അത് പൊട്ടി കിളർക്കും. ഇളം കൊമ്പ് വിടാതിരിക്കത്തില്ല, അത് വളരും, അത് ഫലപുഷ്ടിയുള്ളതാകും, നല്ല ഫലമുള്ള ഒരു വൃക്ഷമായി തീരും. ഹല്ലേലൂയ. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു ആ ദൈവികമായ ബന്ധത്തിൽ അടുത്തു വരേണ്ടതിനായി, ആ പരിശുദ്ധാത്മാവുമായുള്ള ഒരു ബന്ധത്തിൽ ആഴമേറിയ നിലകളിൽ വരേണ്ടതിനായി. കാരണം അതിൻ്റെ ഗന്ധം വരുമ്പോൾ തന്നെ ഏത് നഷ്ടപ്പെട്ട ഒരു വൃക്ഷമായാലും പൊട്ടിക്കിളിർക്കുമെങ്കിൽ തിരുവചനം ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രതീക്ഷ ആ പരിശുദ്ധാത്മാവിൽ നാം ആശ്രയിച്ചാൽ ഹല്ലേലൂയ ഒരു ഇളം തളിർപ്പ് വരാൻ തുടങ്ങും. നല്ലൊരു വൃക്ഷമായി, നല്ല ഫലം തരുന്ന ഒരു വൃക്ഷമായി തീരുവാൻ ഇടയാകും. ഹല്ലേലൂയ. നമ്മൾ മൂന്നാമതായി ഒരു വൃക്ഷത്തെ ആദ്യമായി ഏദെനിലെ വൃക്ഷത്തെക്കുറിച്ച് നാം ധ്യാനിച്ചു. രണ്ടാമതായി ദാനിയേൽ പ്രവചന പുസ്തകത്തിലെ ഒരു വൃക്ഷത്തെക്കുറിച്ച് ധ്യാനിച്ചു. മൂന്നാമതായി യോബിന്റെ പുസ്തകം 14 അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നതായ ഒരു വൃക്ഷത്തെക്കുറിച്ച് കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. മറ്റൊരു വൃക്ഷത്തെക്കുറിച്ച് റോമാ പുസ്തകത്തിൽ റോമാ പുസ്തകം 11 അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഒരു വൃക്ഷത്തെക്കുറിച്ച് പറയുന്നു. വചനം ഇപ്രകാരം പറയുന്നു: കൊമ്പുകളിൽ ചിലത് ഒടിച്ച് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ നിന്ന് ഒട്ടിച്ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിൽ പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്ക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ഹല്ലേലൂയ. ഇവിടെ ഒരു വൃക്ഷത്തെക്കുറിച്ച് കാണുന്നു. ഈ വൃക്ഷം ഒലിവ് വൃക്ഷം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വഭാവത്തിന് എതിരായി കാട്ടൊലിവായിരുന്ന നമ്മെ നല്ലൊരു ഒലിവിനോട് ദൈവം ഒട്ടിച്ചേർത്തു. ചില കൊമ്പുകളിലെ യഹൂദൻ എന്ന കൊമ്പിനെ ഒടിച്ചു മാറ്റി ജാതികളായ നമ്മെ നല്ലൊരു വൃക്ഷത്തോട്, നല്ലൊരു ഒലിവിനോട് കൂടെ ചേർത്ത് കർത്താവ് നമ്മെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് തന്നെ നല്ല ഫലമുണ്ടായി, കൊമ്പുകൾക്കെല്ലാം നല്ല പച്ചപ്പുണ്ടായി, നല്ലൊരു ഒരു 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 ഫലപ്രദമായ ഒരു വൃക്ഷമായി മാറാൻ കർത്താവ് ഇടയാക്കി. എന്നാൽ ഈ കൊമ്പുകൾ മറ്റേ കൊമ്പിനെ നോക്കി പ്രശംസിക്കരുത് എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കൊമ്പല്ല വേരിനെ സപ്പോർട്ട് ചെയ്യുന്നത്, പകരം വേരാണ് കൊമ്പിന് നറിഷ്മെന്റ് നൽകുന്നത്.